Hi everyone. ഇന്ന് നമ്മൾ ഫുട്ബോളിൽ ഈസി ആയിട്ട് ബോൾ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ജഗ്ലിംഗ്. നമുക്ക് ജഗ്ലിംഗ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഫുട്ബോളിൽ ജഗ്ലിംഗ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം നമ്മുടെ ബേസിക് സ്കിൽസ് ബോൾ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ് ജഗ്ലിംഗ്. അപ്പൊ ജഗ്ലിംഗ് നല്ല ഫുട്ബോളിന്റെ ഒരു ബേസിക് ടെക്നിക്കാണ്. അപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഫുട്ബോളിന്റെ ജഗ്ലിംഗ് നമുക്ക് എങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ജഗ്ലിംഗ് നമുക്ക് കുട്ടികൾ തൊട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ്. അപ്പൊ ഇത് വളരെ ഈസിയാണ്. ഇതൊരു 3-5 സ്റ്റെപ്പ്. ഇതിന് വേണ്ടത് നമുക്ക് പേഷ്യൻസ് ആണ്. നമ്മൾ ക്ഷമയോടെ ഒരു വട്ടം തട്ടിയാൽ കണ്ടിന്യൂ ചെയ്യുക, 2, 3, 4, 5 അങ്ങനെ ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര വേണോ അതിനും ചെയ്യാം. അപ്പൊ നമുക്കിന്ന് ജഗ്ലിങ്ങിനെ പറ്റി ഉള്ള ക്ലാസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ജഗ്ലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രഷൻ ഓഫ് എക്സസൈസ് ആണ്. അപ്പൊ ഞാനിത് ജഗ്ലിങ്ങിനുള്ള ഫസ്റ്റ് എക്സസൈസ് എങ്ങനെയാ ചെയ്യുന്ന നോക്കാം. ഈ എക്സസൈസ് എല്ലാം നമ്മൾ കുറെ നാൾ ചെയ്യണം. ഇത് നമ്മൾ ഒരു കുറച്ച് പേഷ്യൻസ് വേണം. തട്ടി പഠിക്കണം. അപ്പൊ ഇതിന്റെ ബിഗിനിങ് സ്റ്റേജസ് ആണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാനിത് ബിഗിനേഴ്സ് സ്റ്റേജിലുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പൊ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ബോൾ എടുക്കുക. നമ്മൾ ഇരുന്നിട്ട് തന്നെ ഈ കാലിന്റെ മൂവ്മെന്റ് ഒക്കെ ഇന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ്. ഒന്ന് മൂവ്മെന്റ് അഡാപ്റ്റേഷൻ, ബോൾ കോൺടാക്ട്. എങ്ങനെ ബോൾ കോൺടാക്ട്? അപ്പൊ ഈ ബോൾ ഇങ്ങനെ ഏറി വെച്ചിട്ട് ഇരുന്നിട്ട് കാല് ഇതിനകത്തേക്ക് കോൺടാക്ട് ചെയ്യുക. അതെങ്ങനെയാണ്? ഈ ബോൾ ഇങ്ങനെ എയറിൽ പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ ബോൾ വെച്ച് നമ്മുടെ ഈ ലേസ് പാർട്ടിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളത്. ജഗ്ലിങ്ങിന് നമുക്ക് ഓരോ വട്ടവും ബോൾ നമ്മൾ തട്ടുമ്പോൾ തിരിച്ച് വീണ്ടും തട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് തട്ടി എയറിൽ പൊക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ബിഗിനിങ് എക്സസൈസ് ആണ് ഈ പറഞ്ഞു തന്നത്. ഇതിന്റെ സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക, ഇതിൽ തട്ടി പിടിക്കുക, തട്ടുക, പിടിക്കുക. യെസ്, കിക്ക് ദ ബോൾ, ഹോൾഡ്, കിക്ക് ദ ബോൾ, ഹോൾഡ്, കിക്ക് ദ ബോൾ, ഹോൾഡ്. അപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കിക്ക് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ എക്സസൈസ് കുട്ടികൾ ആ ബൗൺസിംഗിന്റെ റിതം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ജഗ്ലിംഗിൽ നമ്മൾ എജിലിറ്റി, ബാലൻസ്, കോർഡിനേഷൻ എല്ലാം ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ജസ്റ്റ് ബൗൺസ് ചെയ്യുക, കുട്ടികളെ കൊണ്ട് ബോൾ പിടിപ്പിക്കുക, ബൗൺസ് ചെയ്യുക, പിടിപ്പിക്കുക, ബൗൺസ് ചെയ്യുക, പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ബോളിനെ ഏറി വെച്ചിട്ട് കാലിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. യെസ്, 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 യെസ്. ഇതെല്ലാം നമ്മൾ ബോളും ലെഗും ആയിട്ടുള്ള അഡാപ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് എയറിൽ തന്നെ ബോൾ ഇടുക, കിക്ക് ചെയ്യുക, പിടിക്കുക. യെസ്, കിക്ക് ചെയ്യുക, പിടിക്കുക, കിക്ക്. ഈ ബോൾ നമ്മൾ എയറിൽ ഇങ്ങനെ കിക്ക് ചെയ്യുക, കളക്ട് ചെയ്യുക. യെസ്, കിക്ക്, കളക്ട്, കിക്ക്, കളക്ട്, കിക്ക്, കളക്ട്, കിക്ക്, കളക്ട്, കിക്ക്, കളക്ട്, കിക്ക്, കളക്ട്. ഇത് അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അടുത്ത എക്സസൈസ് എന്ന് വെച്ചാൽ 1 ബൗൺസിൽ ബോൾ ജഗ്ൾ ചെയ്യുന്നു, 1 ബൗൺസിൽ ബോൾ കിക്ക് ചെയ്ത് പിടിക്കുന്നു, തറയിട്ട്. ആ ഒരു ഫീലിംഗ് കുട്ടികൾ ബൗൺസ് റെഡിയാക്കണം. യെസ്, ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്. തറയിടുക, പിടിക്കുക. യെസ്, കിക്ക്, കിക്ക്. കുട്ടികൾക്ക് ഇത് കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഭാഗം വെച്ച് ഇൻസ്റ്റെപ്പിലെ ഈ ഭാഗം വെച്ചാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇടുക. യെസ്, അത് പിടിക്കുക. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് പിടിക്കുന്നില്ല. ഓരോ ടച്ചിലും നമ്മൾ ബോൾ ബൗൺസ് ചെയ്യുന്നു, ഇടുന്നു, ബൗൺസ്, ബൗൺസ്, ഇങ്ങനെ ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്ത് പഠിപ്പിക്കുക. അങ്ങനെ 2 കാലിലും ചെയ്യുക. ഇത് കുറച്ച് മാസ്റ്ററി ആയി വരുമ്പോൾ നമുക്ക് സിംഗിൾ ലെഗ് ജഗ്ലിംഗ്, കണ്ടിന്യൂസ് ജഗ്ലിംഗ്, സിംഗിൾ ലെഗിൽ 1, 2, 3, 4, 5 ഇങ്ങനെ ജിഗിൾ ചെയ്യുക. ഈ സിംഗിൾ ലെഗും കഴിഞ്ഞിട്ട് അവരെ ഡബിൾ ലെഗിലേക്ക് കൊണ്ടുവരിക. ഡബിൾ ലെഗില് 1, 2, 1, 2,
സിംഗിൾ ലെഗ് കഴിഞ്ഞാൽ 2 ലെഗും മാറി മാറി ചെയ്തേക്കും. 1 2 1 2 1 2 1. അപ്പൊ ഇങ്ങനെയാണ് ജഗ്ലിങ്ങിന്റെ ഡിഫറെന്റ് പ്രോഗ്രസീവ് സ്റ്റേജ്. ഇത് നിങ്ങൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്നതിന്റെ വീട്ടിനകത്ത് നിന്നാണ്. അത് ഫ്ലോറിംഗ് ഉടനായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ എപ്പോഴും ബൂട്ട്സ് ഇട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും വെളിയിൽ തന്നെ ചെയ്യുക. കാരണം ബൂട്ട്സ് ഇട്ട് ഒരിക്കലും ടൈലില് ഹാർഡ് സർഫസിൽ ചെയ്യും. വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിൽ നമുക്ക് സാധാ ഷൂ ഉപയോഗിച്ച് ചെയ്യാം. ഇത് ഞാൻ ബേസിക് ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ കുട്ടികളെ ചെറുതായിട്ട് പറഞ്ഞു പഠിപ്പിച്ച് ജഗ്ലിംഗ് എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കുക. നമ്മൾ ജഗ്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ ഈ പന്തിട്ട് അമ്മാനാടുക എന്ന് പറയുന്ന ടെക്നിക്ക് പഠിക്കുകയും ഫുട്ബോളിനെ ഏറെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു പാഷനാണ്. അത് ലോകത്തിന്റെ വികാരമാണ്. അത് കേവലം ഒരു ബോൾ ഉരുണ്ടു വരുമ്പോൾ ഒരു കുട്ടിക്ക് കാണുന്ന ഒരു സന്തോഷം എന്നതിലുപരി ലോകമെമ്പാടും ഫുട്ബോളിനെ ആരാധിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് ടെക്നിക്സ് പഠിച്ചുകൊണ്ട് ഫുട്ബോളിനെ ഏറെ ഇഷ്ടപ്പെടാം. ഓക്കെ, വി വിൽ കം വിത്ത് ദ നെക്സ്റ്റ് വീഡിയോസ് റിലേറ്റഡ് ടു ഫുട്ബോൾ. ഇതിന്റെ അടുത്ത ബേസിക് കിക്കിങ്ങും ടെക്നിക്കും എങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, ബൈ. എല്ലാവരും ട്രൈ ചെയ്തു.